സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ പാർട്ട് 1 ഉൾപ്പെടുന്ന ചാപ്റ്റർ 8 യൂണിറ്റ് 8 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഏതാണ് എഫ് ബ്ലോക്ക് എലമെൻസ് നമ്മൾ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അതിനെ എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്? ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് അതിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഡി സബ് ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വാലൻസ് ഷെല്ലിൽ, എഫ് ബ്ലോക്ക് എലമെൻസിലെ വാലൻസ് ഷെല്ലിൽ എഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസ്, ഡി ബ്ലോക്ക് എലമെൻസിൽ എലമെൻറ്റ്സ് ഇൻ ദി 3 to 12th ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻസിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. നമുക്കറിയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ദർ ആർ 4 സീരീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻസിനെ 4 സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സീരീസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 4 സീരീസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ ഏത് ഡി ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സീരീസ് 4 സീരീസ് ആയിട്ട് ഡി ബ്ലോക്ക് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാമത്താണ് 3D സീരീസ്. 3D സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിയത്തിൽ തുടങ്ങി സിങ്കിൽ അവസാനിക്കും. അങ്ങനെ സ്കാൻഡിയത്തിൽ തുടങ്ങി സിങ്കിൽ അവസാനിക്കുന്ന എലമെൻസിനെയാണ് ഡി ബ്ലോക്കിലെ എലമെൻസിനെയാണ് 3D സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3D 1 തുടങ്ങി 3D 10 വരെയുള്ള വാലൻസ് ഇലക്ട്രോൺസ് ആ രീതിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നുണ്ടാവുക. അതിനടുത്താണ് 4D സീരീസ്. 4D സീരീസ് എലമെൻറ്റ് വൈ ഇട്രിയത്തിൽ തുടങ്ങി കാഡ്മിയത്തിൽ അവസാനിക്കും. അതിനെയാണ് 4D സീരീസ് എന്ന് പറയുന്നത്. വൈ എന്ന് പറഞ്ഞാൽ ഇട്രിയത്തിൽ തുടങ്ങി കാഡ്മിയത്തിൽ അവസാനിക്കും. 5D സീരീസിൽ തുടങ്ങുന്ന എലമെൻറ്റ് ലാന്തനാണ്. ലാന്തനത്തിൽ തുടങ്ങി മെർക്കുറിയിൽ അവസാനിക്കും, Hg. അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് സീരിയം Ce ആൻഡ് ലുട്ടീഷ്യം Lu. ഇത് രണ്ടും ഒമിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത്. എക്സെപ്റ്റ് സീരിയം ആൻഡ് ലുട്ടീഷ്യം ഓഫ് ഫ്രം ലാന്തിനിയം ടു മെർക്കുറി. ലാന്തിനിയം മുതൽ മെർക്കുറി വരെയുള്ളത് 5D സീരീസ് ആണ്. അതിൽ എക്സെപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് സീരിയത്തെയും ലുട്ടീഷ്യത്തെയുമാണ്. 4ാമത്തെ സീരീസാണ് 6D സീരീസ്. 6D സീരീസ് ആക്ടീനിയത്തിലാണ് തുടങ്ങുന്നത്. ആക്ടീനിയത്തിൽ തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് ഇൻകംപ്ലീറ്റ് സീരീസാണ്, കംപ്ലീറ്റ് ആവാത്ത സീരീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെ. ആ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ 4 സീരീസ്, ആ 4 സീരീസിൽ 3D സീരീസിലെ എലമെൻറ്റ് ഏതൊക്കെ, 4D സീരീസിലെ എലമെൻറ്റ് ഏതൊക്കെ, 5D സീരീസിലെ എലമെൻറ്റ്സ് ഏതൊക്കെ, 6D സീരീസിലെ എലമെൻറ്റ്സ്. ഇതാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൊറിസോണ്ടൽ റോ ഓഫ് എലമെൻറ്റ്സ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ താഴെ വരുന്ന, പീരിയോഡിക് ടേബിളിൽ താഴെ വരുന്ന 2 ഹൊറിസോണ്ടൽ റോ ഓഫ് എലമെൻറ്റ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദർ ആർ 2 സീരീസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്കിൽ 4 സീരീസ് ഉണ്ടെങ്കിൽ ഇവിടെ എഫ് ബ്ലോക്കിൽ 2 സീരീസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതൊന്ന് 4F സീരീസും മറ്റൊന്ന് 5F സീരീസുമാണ്. 4F സീരീസ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ്സ് ആണ് 4F സീരീസിൽ. ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് കംസ് ആഫ്റ്റർ ലാന്തനിയം. ലാന്തനീയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിനെയാണ് ലാന്തനൈഡ്സ് എന്ന് പറയുക. അതിനെ 4F സീരീസ് എന്നാണ് പറയുന്നത്. അടുത്ത് 5S സീരീസ്, ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദി എലമെൻറ്റ്സ് കംസ് ആഫ്റ്റർ ആക്ടീനിയം. ആക്ടീനിയം എന്നുള്ള എലമെൻറ്റിന് ശേഷം വരുന്ന എലമെൻറ്റ്സിനെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയും. അത് 5F സീരീസാണ്. ഇത് നോക്കാം. നമുക്ക് ഡി ബ്ലോക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ഡി ബ്ലോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്, അല്ലെങ്കിൽ
മലയാളത്തിൽ പറയുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതകൾ. ഓക്കെ, എലമെന്റ്സ് വിച്ച് ഹാവ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ ഇൻ എനി വൺ ഓഫ് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താ, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താന്നൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്. ലോവസ്റ്റ് എനർജി, അതേപോലെ പിന്നെ എന്താണ്, ലോവസ്റ്റ് എനർജിയിലായിരിക്കണം, ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ആയിരിക്കും, ഇലക്ട്രോൺസ് ഒക്കെ ലോവസ്റ്റ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ലോവർ എനർജി ലെവലിലായിരിക്കും. അതിനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെന്റ്സ് വിച്ച് ഹാവ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്, കംപ്ലീറ്റ് ആവാത്ത വേക്കൻ്റ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഡി ഓർബിറ്റൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ്. സിങ്ക് 30 അറ്റോമിക് നമ്പർ ആണ്, കാഡ്മിയം 48, മെർക്കുറി 80 ഓഫ് ദി 12th ഗ്രൂപ്പ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇത് മൂന്നും ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. കാരണം ദേ ഹാവ് ഫുൾ ഡി ടൺ കോൺഫിഗറേഷൻ ഇൻ ദെയർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഇൻ ദെയർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ, ഡി സബ്ഷെല്ലിലെ കോൺഫിഗറേഷൻ D10 ആണ്, അതായത് ഫുള്ളി ഫിൽഡ് ആണ് ഇൻ ദെയർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്കും, കാഡ്മിയവും, മെർക്കുറിയും ഒക്കെ D10 കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ട് അതിനെ ട്രാൻസിഷൻ എലമെന്റിൽ ഉൾപ്പെടുത്താറില്ല. ട്രാൻസിഷൻ എലമെന്റിന്റെ പ്രത്യേകത, ട്രാൻസിഷൻ എലമെന്റ് എന്നുള്ള പ്രോപ്പർട്ടി അതിന് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ വേക്കൻറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ വേണം. ഇവിടെ അത് ഫുള്ളി ഫിൽഡ് ആയതുകൊണ്ടാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി മൂന്നും 12ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂന്നും ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാറില്ല. ട്രാൻസിഷൻ മെറ്റൽസ് ഇൻക്ലൂഡ്സ് പ്രഷ്യസ് മെറ്റൽസ് ലൈക്ക് പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ ആൻഡ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മെറ്റൽ ലൈക്ക് അയൺ, കോപ്പർ, ടൈറ്റാനിയം. അറിയുന്നതാണ്. ട്രാൻസിഷൻ മെറ്റലിൽ ഏതൊക്കെ വരുന്നുണ്ട്, പ്ലാറ്റിനം വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ, കോപ്പർ, ടൈറ്റാനിയം പോലുള്ള മെറ്റലുകളൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിൽ വരുന്നുണ്ട്. അടുത്ത അതിൻ്റെ അറ്റോമിക് പ്രോപ്പർട്ടീസ്. നമ്മൾ പി ബ്ലോക്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ക്രമം നമുക്കറിയാം എങ്ങനെയാണ്. ആദ്യം അറ്റോമിക് പ്രോപ്പർട്ടീസാണ്. അറ്റോമിക് പ്രോപ്പർട്ടീസിൽ ആദ്യം പറയുന്നത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 1 to 10 NS 1 to 2. ഇതാണ് അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. N-1 D 1 to 10. ഡിയിൽ എവിടെ വരാം, 1 മുതൽ 10 വരെ വരാം. N S 1 to 2. എസിൽ ഏത് വരാം, 1 വരാം അല്ലെങ്കിൽ 2 വരാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 1 to 10 NS 1 to 2, 1 or 2. ഇതാണ് ട്രാൻസിഷൻ എലമെന്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ N-1 D ആൻഡ് NS ഈസ് വെരി ലെസ്. ഇവിടെ 3D സീരീസ് എടുക്കുകയാണെങ്കിൽ 4s-ഉം 3Dയും, 4D സീരീസ് എടുക്കുകയാണെങ്കിൽ 5s-ഉം 4Dയും. ഈ N-1 Dയും NS-ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എങ്ങനെയായിരിക്കും, N-1 D 10 NS2 എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒന്നും ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 10 NS2 എന്നുള്ള കോൺഫിഗറേഷനാണ് ഉള്ളത്. അത് സിങ്ക് ആണെങ്കിലും കാഡ്മിയം ആണെങ്കിലും മെർക്കുറി ആണെങ്കിലും. വിത്ത് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എക്സിബിറ്റ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ് ആൻഡ് കോംപ്ലക്സസ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നോട്ടിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. എന്തൊക്കെയാണ് ട്രാൻസിഷൻ എലമെന്റ്സിൻ്റെ പ്രത്യേകത? അതിലൊന്നാമത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം
ഇൻകംപ്ലീറ്റ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത ദി ഫോർമേഷൻ ഓഫ് കളേർഡ് കോംപ്ലക്സസ്, കളേർഡ് അയോൺസ് ആൻഡ് കോംപ്ലക്സസ്, കളേർഡ് അയോൺസും കളേർഡ് കോംപ്ലക്സസും ഫോം ചെയ്യാനുള്ള എബിലിറ്റി ട്രാൻസിഷൻ എലമെൻസിനുണ്ട്. അതിനുള്ള കാരണം ഈ ഇലക്ട്രോണിൻ്റെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആയതുകൊണ്ട് ഇലക്ട്രോൺ ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിൽ എക്സൈറ്റ് ചെയ്യും, തിരിച്ചു വരുമ്പോൾ പുറത്തു വിടുന്ന റേഡിയേഷനാണ് നമുക്ക് കളറായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കളേർഡ് കോംപ്ലക്സസ് ആയിട്ട് അല്ലെങ്കിൽ കളേർഡ് അയോൺസ് ആയിട്ട് പിന്നെ അനുഭവപ്പെടുന്നത്. എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും എലമെൻസും എല്ലാ ട്രാൻസിഷൻ എലമെൻസും മെറ്റൽസ് ആണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, കളേർഡ് അയോൺസ് തരുന്നു, കളേർഡ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അത് നമുക്ക് അറ്റോമിക് പ്രോപ്പർട്ടിയിൽ കൂടെ കൺസിഡർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അറ്റോമിക് സൈസ് ആൻഡ് അയോണിക് സൈസ്. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിൻ്റെ അറ്റോമിക് ആൻഡ് അയോണിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ദ റേഡിയസ് ഓഫ് ദി അയോൺ വിത്ത് ദി സെയിം ചാർജ് ഇൻ എ ഗിവൺ സീരീസ് decreases with increasing atomic number because of ineffective shielding of d electrons and increasing the effective nuclear charge. പറഞ്ഞത് ദി റേഡിയസ് ഓഫ് അയോൺ വിത്ത് സെയിം ചാർജ് ഇൻ എ ഗിവൺ സീരീസ്, ഒരേ സീരീസ്, ഇപ്പോൾ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, ആ സീരീസിൽ എടുക്കുകയാണ്. ആ സീരീസിൽ അയോൺസ് വിത്ത് ദി സെയിം ചാർജ് ഇൻ എ ഗിവൺ സീരീസ്, ഒരു സീരീസിലെ അയോൺസ് ഒരു സെയിം ചാർജുള്ള അയോൺസ് എടുക്കുകയാണെങ്കിൽ ഡിക്രീസസ് ഇറ്റ്സ് റേഡിയസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യും. പറഞ്ഞതൊന്നും കൂടി മനസ്സിലാക്കുക. ഒരേ സീരീസിലെ ഒരേ ചാർജുള്ള അയോൺസ് എടുക്കുകയാണെങ്കിൽ ആ സീരീസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് അപ്പോഴാണ് അറ്റോമിക് നമ്പർ കൂടുക. അപ്പോൾ റേഡിയസ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയസ് ഡിക്രീസ് ചെയ്യും. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. നമുക്കറിയാം ഈ പിന്നെ സീരീസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്താ കൂടുക, ഇലക്ട്രോണിൻ്റെ എണ്ണം ഇങ്ങനെ കൂടും, അറ്റോമിക് നമ്പർ കൂടും. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ അതിൻ്റെ കൂടെ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ഏതിലെ ഇലക്ട്രോൺസ് ആണ് കൂടുന്നത്? ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് കൂടുന്നത്. ഇപ്പോൾ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് കൂടുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്, ഡി ഇലക്ട്രോൺസിൻ്റെയും എഫ് ഇലക്ട്രോണിൻ്റെയും പ്രത്യേകത എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജിനെ ഷീൽഡ് ചെയ്ത് നിർത്താനുള്ള എബിലിറ്റി കുറവാണ്. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോണിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് അത് ഷീൽഡ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഷീൽഡിംഗ് പവർ കുറവാണ് ഡി ഇലക്ട്രോൺസിന്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ റേഡിയസ് ചുരുങ്ങും. അപ്പോൾ ഒരേ സീരീസിൽ ഒരേ ചാർജുള്ള അയോണ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയസ് കുറയാൻ കാരണം ഡിയിലെ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോൺ കൂടുക, പ്രോട്ടോണും അതോടൊപ്പം കൂടും, ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടും. ആ പോസിറ്റീവ് ചാർജിനെ ഷീൽഡ് ചെയ്യാനുള്ള എബിലിറ്റി ഡി ഇലക്ട്രോൺസിന് കുറവാണ്. അതുകൊണ്ട് വാലൻസ് ഷെല്ലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ഷീൽഡിംഗ് എഫക്റ്റ് കുറവായതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതാണ് അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുമ്പോൾ റേഡിയസ് ഡിക്രീസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം 3D series to first series, that is 3D series to 4D series, second series. അറ്റോമിക് റേഡിയസ് 3D സീരീസിൽ നിന്ന് 4D സീരീസിലേക്ക്, നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാ? ഒരേ സീരീസ് തന്നെയാണ് പറഞ്ഞത്. ഒരേ സീരീസിൽ പിന്നെ ഒരേ ചാർജ് ഉള്ളതിന് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ നേരെ ഗ്രൂപ്പിലാണ്, താഴോട്ടാണ്. 3D സീരീസും 4D സീരീസും. 3D സീരീസിൽ നിന്ന് 4D സീരീസിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് സീരീസിൽ നിന്ന് സെക്കൻഡ് സീരീസിലേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ദി റേഡിയോ ഓഫ് ദി തേർഡ്, ദാറ്റ് ഈസ് 5D സീരീസ് ആർ വെർച്വലി സെയിം ആസ് ദോസ് ഓഫ് ദി സെക്കൻഡ് സീരീസ്. ഫസ്റ്റ് 3D സീരീസിൽ നിന്ന് 4D സീരീസിലേക്ക് വരുമ്പോൾ
സൈസ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ 4Dയുടെയും 5Dയുടെയും അല്ലെങ്കിൽ 4D സീരീസിൻ്റെയും 5D സീരീസിലെയും ആറ്റങ്ങളുടെ അല്ലെങ്കിൽ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് സൈസ് വെർച്വലി സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. അതിന് കാരണം എന്താ? ഡ്യൂ ടു ദി ഇന്റർവെൻഷൻ ഓഫ് ദി 4f orbital which must be filled before the 5D series of the elements begins. അതായത് 4D സീരീസിൽ നിന്ന് 5D സീരീസിലേക്ക് കടക്കുമ്പോൾ 5D സീരീസ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും? 4f ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. അപ്പോൾ അഡീഷണൽ ഇലക്ട്രോൺസ് വരുന്നത് എവിടേക്കാണ്? 4Dയിൽ നിന്ന് 5D സീരീസിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക 4f അതുകൊണ്ട് തന്നെ ഈ 4f പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ എഫ് ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്താണ്? ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഷീൽഡിങ് എഫക്റ്റ് കുറവായതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ 4D സീരീസിൻ്റെ ഏകദേശം അതേപോലെ തന്നെ സൈസ് 5D സീരീസിലും നിൽക്കും. ഇതിനെയാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയും. നമുക്കറിയാം 4f സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം 4f സീരീസ് ശരിക്കും വരുന്നത് ഇവിടെ എഫ് ബ്ലോക്കിലാണ്. ആ 4f ഇലക്ട്രോണ് ഫില്ല് ചെയ്തതിനു ശേഷമാണ് 5Dയിലേക്ക് വരുന്നത്. അതുകൊണ്ട് 4Dയിൽ നിന്ന് 5Dയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസ് 14 ഇലക്ട്രോൺസ് എവിടെ ഫില്ലായിട്ടുണ്ടാവും? എഫിൽ ഫില്ലായിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഷീൽഡിങ് എഫ് ഇലക്ട്രോണിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് കുറവ്. അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അട്രാക്റ്റീവ് പവർ കൂടുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സൈസ് അതേപോലെ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും അതേപോലെ സൈസ് നിൽക്കാനുള്ള കാരണം അതാണ്. ഇതിനെ പറയുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഇപ്പോൾ 4D സീരീസിൽ നിന്ന് 5D സീരീസിലേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ വെർച്വലി സെയിം ആയിട്ട് നിൽക്കുന്നു. ഇതിനുള്ള കാരണം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് when moving from 4D series to 5D series, the electrons are filled in the 4f orbital. The f electrons have poor shielding effect. That is therefore the effective nuclear charge will be more than the attractive power on the valence electron by nucleus will be more. That is the reason.